നമുക്കൊരു നിമിഷം കണ്ണടച്ച് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കാം. ആത്മാവ് നമുക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈശോ, പരിശുദ്ധാത്മാവും പിതാവും ത്രിത്വൈക ദൈവവും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് വ്യക്തിപരമായി ഈ ദൈവരാജ്യം നമ്മളിൽ സംസ്ഥാപിതമായിരിക്കുന്നു എന്ന് വിശ്വസിക്കാം. ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കുന്നതിനായി, എന്നെ ശക്തീകരിക്കുന്നതിനായി രക്തം ചിന്തിയ ഈ പീഠാസഹനത്തിലൂടെയും മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും പന്തക്കൊസ്തായിലൂടെയും എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, ജീവജലത്തിൻ്റെ അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എൻ്റെ ജീവിതത്തെ ഒരു വിജയ പതാകയാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തെ വിശുദ്ധിയുടെ പദവികളിലേക്ക് ഉയർത്തണമേ. വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഉയർത്തണമേ. എൻ്റെ ജീവിതത്തിൽ ഇനിയും രൂഢമൂലമായിരിക്കുന്ന ആസക്തികളും ദുസ്വഭാവങ്ങളുമെല്ലാം കഴുകി നിർമ്മലമാക്കണമേ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒരിക്കൽ കൂടി പൂർണ്ണ ബോധ്യത്തോടെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു രഹസ്യമാണ് ഇപ്പം നമ്മൾ ഈ കേട്ടത്. നമ്മുടെ കൂടെ ആരുണ്ട്? രാജാവായ ദൈവം നമ്മുടെ കൂടെ. ആ രാജാവിൻ്റെ മണവാട്ടിക്ക് എന്താ പറയുക? മണവാട്ടിക്ക് എന്താ പറയുക? രാജ്ഞി. അപ്പോൾ രാജാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ആത്മാവ് രാജ്ഞിയെ പോലെയാണെന്നാണ് പറയണത്. ആ രാജ്ഞി എന്നുള്ള പദവി എന്നത് ഒരു മഹത്വത്തിൻ്റെ അവസ്ഥയാണ്. അതുപോലെ രാജാവിൻ്റെ മഹത്വത്തിൻ്റെ അവസ്ഥയാണ്. അതാണ് ഓശാന ഞായറാഴ്ച. ആ മഹത്വത്തിലേക്കുള്ള യാത്രയാണ്. എന്നാൽ ഭൗതികമായ ലോകത്തിൽ കാണുന്ന രാജകീയ മഹത്വവും ചെങ്കോലും കിരീടവും കുതിരപ്പുറത്തുമല്ല ഈ രാജാവ്
ഓശാന ഞായറാഴ്ച എഴുന്നള്ളി വരുന്നത്. എളിമയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നമാണ്. ഓശാന ഞായറാഴ്ചത്തെ എന്തുകൊണ്ടാണ് കഴുതപ്പുറത്ത് വരുന്നത്? ഓശാന ഞായറാഴ്ചത്തെ വായനകളിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 49-ാം അധ്യായത്തിൽ യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറയുകയാണ്, യൂദ നീ സിംഹമാണ്, ചെങ്കോല് നിന്നിൽ നിന്ന് ഒരിക്കലും അകന്നിരിക്കുകയില്ല. അതായത് നിന്റെ രാജ്യത്വം അനശ്വരമായിരിക്കും. അന്നു മുതൽ പ്രവചിക്കുന്നതാണ്. അവിടെയും ആ 49-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കഴുതയും കഴുതക്കുട്ടിയുടെയും കാര്യം. അതുതന്നെയാണ് സക്കറിയായുടെ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ 9 മുതലുള്ള വചനങ്ങളിൽ പറയുന്നത്. സിയോൻ പുത്രി, നിന്റെ രാജാവിതാ കഴുതക്കുട്ടിയുടെ മേൽ എഴുന്നള്ളി വരുന്നു. ആ വചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത്, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, നിങ്ങൾ അയച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, എന്തു പറയണം? കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരെ വല്ലവരുടെയും കഴുതക്കുട്ടീനെ എല്ലാം. കാരണം ഇതെല്ലാം കർത്താവിൻ്റെതാണ്. കർത്താവിനും ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ? എന്താണ്? കർത്താവിനും ആവശ്യങ്ങളുണ്ട്. ഇത് വളരെ ശക്തമായൊരു പ്രാർത്ഥനാ രീതി കൂടിയാണ് കേട്ടോ. കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വലിയ വീഡിയോ പ്രൊജക്ടർ മേടിക്കണം, അങ്ങനെ കർത്താവിൻ്റെ ചിത്രങ്ങളും ഈ സിനിമകളെല്ലാം ഗ്രാമങ്ങളിൽ, വില്ലേജുകളിൽ പ്രൊജക്ടർ വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകും. ഒരു മിനിസ്ട്രി ആരംഭിച്ചതാണ്. 10-20 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഈ ആശയം എനിക്ക് കിട്ടിയത് നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഈ നല്ലൊരു പ്രൊജക്ടറിലൂടെ ജീസസ് ഓഫ് നാസറത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്താണ്. ഇത് നല്ലൊരു ആശയമുണ്ട്, ഇത് നമുക്ക് സ്കൂളുകളിലും വിജനപ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോയി ഒരു സ്ക്രീൻ കെട്ടി അങ്ങ് പ്രൊജക്റ്റ് ചെയ്താൽ അത് ഉടനെ സിനിമ കാണുന്നു. ആ പ്രൊജക്ടറിന് അന്ന് വലിയൊരു പ്രൊജക്ടർ വേണം. ഇപ്പോൾ 2.5 ലക്ഷം രൂപ 10-20 വർഷം മുമ്പാണ്. ഒരു നയാ പൈസ ഇല്ല. അപ്പം ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു പ്രൊജക്ടർ വേണം, അതെവിടെ കിട്ടണേ? ഞാൻ ഉടനെ കണ്ടുപിടിച്ച് പറയാം. പുള്ളി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, അത് ഇന്ന കടയിലുണ്ട്. എന്ത് വിലയാവും? 2.5 ലക്ഷം രൂപ വിലയാവും. എന്നാൽ നീ അവിടെ ചെന്ന് പറയണം, അദ്ദേഹത്തിനോട് പറയണം, ഈ പ്രൊജക്ടറിനെ കൈ ചൂണ്ടിയിട്ട് പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നിനക്ക് ധൈര്യമുണ്ടോ അങ്ങനെ പറയാൻ? ബ്രദർ പറയുകയാണെങ്കിൽ ഞാൻ പറയാം. കാരണം കർത്താവിന് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അദ്ദേഹം അത് പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കടയിൽ ചെന്ന്, അയാൾക്ക് ഇത്തിരി പരിചയമുള്ള ആളാണ് കേട്ടോ കടക്കാരൻ, പറഞ്ഞു, സാറേ ഈ പ്രൊജക്ടർ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ വാക്ക് തന്നെ പറയണം പറഞ്ഞു. പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ കൊണ്ടുപോയിക്കോളൂ. അത് കൊണ്ടുപോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി പുള്ളിയോട് ചോദിക്കുക എത്രയാ വിലയാ, അതിൻ്റെ ഒരു ചെക്ക് എഴുതി ഞാൻ കൊടുക്കൂ, എന്നിട്ട് സാവധാനം പൈസ തന്നേക്കാന്ന് പറയും. അങ്ങനെ ഞാൻ എറണാകുളത്ത് എത്തുന്നതിന് മുൻപേ തന്നെ വേറൊരാളെ ഇത് ഏൽപ്പിച്ച് അവിടെ ഫിലിം കാണിക്കൽ ആരംഭിച്ചു. അതിന് കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ അതുടനെ, ഇതൊരു ഉദാഹരണം പറയാണ്. ഓക്കെ, കർത്താവിന് ആവശ്യമുണ്ട്. ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാണോ? എന്ത് കൊടുക്കാൻ? എന്ത് കൊടുക്കാൻ? എന്ത് കൊടുക്കാൻ? ഒന്ന് പറഞ്ഞ ഉച്ചത്തിൽ. ഒരു കഴുതയെ കൊടുക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വലിയ അർഹതയാണ് ആ കഴുതയ്ക്ക് കിട്ടാൻ പോണത്. എന്താ കിട്ടാൻ പോണത്? ഈ രാജാവിന് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം.
എത്ര പേര് അതിന് തയ്യാറാണ്? കാര്യം മനസ്സിലായോ? കർത്താവിന് വേണ്ടി ഒരു കഴുതയാകണം. അതാണ്. നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല കർത്താവിന് വേണ്ടത്. എനിക്ക് വേണ്ടി ഒരു കഴുതയാകാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറത്ത് കയറിയിരിക്കും. ഇതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ആശയമാണ്. കർത്താവിന് വേണ്ടി ഒരു കഴുതയാകുക. കർത്താവ് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് സഞ്ചരിക്കും. എനിവേ, ഇതെല്ലാം ഒരു സരളമായ ആശയങ്ങളാണെങ്കിൽ അതിലേറ്റവും കാതലായ ഭാഗം രാജാവ് എന്തുകൊണ്ടാണ് കഴുതപ്പുറത്ത് പോകുന്നത്, എന്തുകൊണ്ട് കുതിരപ്പുറത്ത് പോകുന്നില്ല? കുതിരപ്പുറത്ത് പോകുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. യുദ്ധം നയിക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും കുതിരപ്പുറത്ത് വീറോടെ പോയി വീശി വെട്ടും. എന്നാൽ അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ രാജാവ് കഴുതപ്പുറത്ത് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സമാധാനം ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഞാൻ സമാധാനം പ്രഖ്യാപിക്കുന്നു, എനിക്കിനി യുദ്ധം ചെയ്യണ്ട. രാജാവ് കഴുതപ്പുറത്ത് വന്നാൽ ഉടനെ എതിർപക്ഷക്കാർ യുദ്ധം നിർത്തണം. കാരണം സമാധാനത്തിന് വേണ്ടി വരികയാണ്. പിന്നെ കഴുതപ്പുറത്ത് വരുന്ന രാജാവിനോട് ആരും യുദ്ധം ചെയ്യില്ല. അതായത് ആ രാജാവ് സമാധാനം ആഗ്രഹിക്കുന്നു, സമാധാന കരാറിൽ ഒപ്പിടാനും അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി വരികയാണ്. അതാണ് കുതിരയും കഴുതയും തമ്മിലുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് ഇതാ നിന്റെ സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് വരുന്നു. അപ്പൊ ഇതൊക്കെ സിംബോളിസം ഇസ്രായേലിൽ പറയാറുള്ള, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തുള്ള സിംബോളിസത്തിലൊന്നാണ് കഴുതപ്പുറത്ത് വരുന്ന ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനല്ല, എതിർക്കാനല്ല, സമാധാനം സംസ്ഥാപിക്കാനാണ്. സമാധാനത്തിൻ്റെ രാജാവ് എഴുന്നള്ളി വരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ സമാധാനത്തിൻ്റെ രാജാവ് നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ബൈബിളിലെ പല ഭാഗങ്ങളും പഠിക്കുമ്പോഴും ഇന്നത്തെ നമ്മുടെ ജീവിത അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ഈ ബൈബിളിൽ പറയാവുന്ന ഒരു വാക്കിങ്ങനെയാണ്, ക്രോണോസ് ആൻഡ് കെയ്റോസ് എന്ന രണ്ട് വാക്ക് മനസ്സിലാക്കണം നല്ലത്. നിങ്ങളെല്ലാം വളരെയധികം ഇൻ്റലക്ച്വലായിട്ട് കഴിവുള്ളവരാണ്. അല്ലാണ്ട് ആരും അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ല. ഒരു ഡ്രൈവിംഗ് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം കഴിവ് വേണം അല്ലേ? അപ്പോൾ ഈ കഴിവുകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൂടി പഠിക്കാൻ നമ്മളൊന്ന് എടുക്കണം. ഈ രണ്ട് വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ ബൈബിള് മുഴുവനും പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് രണ്ട് വാക്ക്? ക്രോണോസ് ആൻഡ് കെയ്റോസ്. ഇപ്പൊ ക്രോണോസ് എന്ന പദം, ഇത് രണ്ട് ഗ്രീക്ക് പദങ്ങളാണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ. ഇതൊരു ക്രോണോമീറ്റർ ആണ്. വാച്ചിന്റെ പേരെന്താണ്? ക്രോണോമീറ്റർ. അപ്പൊ ക്രോണോസ് എന്ന് പറഞ്ഞാൽ സമയാസ്പദമായി, ക്രോണിക്കിൾ എന്നെല്ലാം പറയുന്നത് സമയ ആസ്പദമായി നടക്കപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളാണ്. സമയത്തിൻ്റെ കൃത്യമായി വൺ ആഫ്റ്റർ അനദർ നടത്തപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ബൈബിളിലെ ആദ്യം മുതൽ, ഉൽപ്പത്തി മുതൽ കാണുന്നതെല്ലാം ഇങ്ങനെ ക്രോണോളജിക്കൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. എന്നാൽ ഈ ക്രോണോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ആയിരിക്കെ കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സംഭവമാണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നിരവധി സംഭവങ്ങൾ, ബട്ട് ടൈമിലി ഓർഡേഡ്,
സമയാസ്പദമായി സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ എന്താണ് ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം? കെയ്റോസ് എന്ന് പറഞ്ഞാൽ എന്താ? കെയ്റോസ് എന്ന് പറഞ്ഞാൽ, ബൈബിളിലെ കെയ്റോസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പും പെന്തക്കോസ്തായും ആകുന്ന ആ ഒറ്റ സംഭവം കെയ്റോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഈ ഉൽപ്പത്തി മുതൽ നടന്നിട്ടുള്ള, ഈ കെയ്റോസ് വരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും വാസ്തവത്തിൽ ഈ ഒരു സംഭവത്തിലേക്ക് ഉള്ള തയ്യാറെടുപ്പായിരുന്നു. ഇപ്പോൾ ഉൽപ്പത്തിയിൽ ജോസഫിനെ സഹോദരന്മാർ അടിച്ചു, ചതച്ചു, കുഴിയിലിട്ടു, അവിടെ നിന്ന് പൊക്കി. അവർ ജോസഫിനെ ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിറ്റു. ജോസഫ് ഈജിപ്തിൽ വന്നു. ജോസഫിനെ അവിടെയും അവർ വഞ്ചിച്ചു, ചതിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. അവനെ ജയിലിലടച്ചു. ആ ജയിലിൽ കിടക്കുന്ന ജോസഫ് എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. വേദന കൊണ്ട് പൊളയുന്നു. സ്വന്തം സഹോദരന്മാരിൽ നിന്നുണ്ടായ വഞ്ചന, ചതി, ഇവിടെ വന്നിട്ടുള്ള തെറ്റിദ്ധാരണ, അങ്ങനെ ജോസഫ് അവിടെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ദൈവം മാത്രമായുള്ള ഒരു ലയനത്തിൽ ഇരിക്കുമ്പോൾ ദൈവം ജോസഫിനെ ആർക്കും കൊടുക്കാത്ത അത്രയും വലിയ ജ്ഞാനം കൊടുത്തു. ആ ജ്ഞാനത്തിലൂടെ ജോസഫിനെ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ സാധിച്ചു. അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ തടവറയിൽ കിടന്ന ജോസഫ് അന്ന് വൈകുന്നേരം ആ രാജ്യത്തെ പ്രൈം മിനിസ്റ്ററായി മഹത്വീകരിക്കപ്പെട്ടു. ആ പ്രൈം മിനിസ്റ്ററായി മാറിയ ജോസഫ് അന്ന് കിട്ടിയ സന്ദേശങ്ങൾ അനുസരിച്ച് ആ രാജ്യത്തെ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നയിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ആ രാജ്യത്തെ നയിച്ചപ്പോൾ സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടായി. എല്ലാവിധത്തിലുള്ള ദാരിദ്ര്യത്തെയും അല്ലെങ്കിൽ വരൾച്ചയെയും ഈ ജ്ഞാനത്തിലൂടെ നേരിടാൻ സാധിച്ചു. അതിനുശേഷം ഇതാ ആ വരൾച്ച വന്നപ്പോൾ സമ്പൽ സമൃദ്ധിയിൽ ഉണ്ടായിരുന്നതെല്ലാം നേടിവെച്ചത് ഉപയോഗിച്ച് ആ വരൾച്ചയെ നേരിടാൻ സാധിച്ചപ്പോൾ തന്നെ ചതിക്കുകയും തന്നെ കൊല്ലാൻ ശ്രമിക്കുകയും തന്നെ വിൽക്കുകയും ചെയ്ത തൻ്റെ സ്വന്തം സഹോദരന്മാർ തൻ്റെ മുൻപിൽ ഇതാ വന്ന് നിൽക്കുന്നു. വികാരം തുളുമ്പുന്ന ജോസഫ് കണ്ണുനീർ പൊഴിക്കുന്നു. അവസാനം ജോസഫ് തന്നെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഇവരെല്ലാം പേടിച്ചു. ഇപ്പൊ ഞങ്ങളുടെ കഥ കഴിയും, ഇപ്പൊ ഇവൻ ഞങ്ങളെല്ലാം ഒന്നിച്ച് കൊല്ലും എന്ന് വരെ അവർ പേടിച്ചു കാണും. കാരണം അവർക്കറിയാവുന്നത് ചതിയും അല്ലെങ്കിൽ ഒരു റിട്ടാലിയേഷനാണ്. എന്നാൽ ജോസഫ് ഇപ്പോൾ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ നിങ്ങളല്ല ചെയ്തത്, ദൈവം അത് നന്മയാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടെ അയക്കാനും നിങ്ങൾക്കും ലോകം മുഴുവനും നശിക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ എൻ്റെ കൂടെ തങ്ങുക. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും മക്കളും കന്നുകാലികളും എല്ലാം ഞാൻ പരിപാലിച്ചോളാം. ഇതാണ് പഴയ നിയമത്തിലെ പുതിയ നിയമം.
കർത്താവ് ഈശോ മിശിഹായിലൂടെ സംഭവിക്കാനിരിക്കുന്ന ആ പീഡാസഹനവും ആ വിൽക്കലും ആ മരണവും ഉയർപ്പും എല്ലാം ഈ ജോസഫ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? അതാണ് നിഴൽ. ഈ പുതിയ നിയമത്തിന്റെ ഒരു നിഴൽ പോലെ അവിടെ കാണുന്നു. ജയിലറയിൽ കിടന്ന ജോസഫ് ഒറ്റ ദിവസം കൊണ്ട് മഹത്വീകരിക്കപ്പെട്ടത് കർത്താവ് ഈശോ മിശിഹായുടെ മരണവും ഉയർപ്പിന്റെയും പ്രതീകമാണ്. ആ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെയുള്ള വലിയ ഒരു പരിപാലനയാണ് ആ ഈജിപ്തിനെ പിന്നെ നയിച്ച പരിപാലന എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഞാൻ ഈ ക്രോണോസ് കൈറോസും തമ്മിലുള്ളൊരു ബന്ധം പറയാണ്. അതായത് പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും ഈശോയുടെ പീഡാസഹനവും മരണവും ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ വായിക്കാൻ. അതുകൊണ്ടാണ് കാറ്റക്കിസത്തിൽ 129 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, എ ക്രിസ്ത്യൻ റീഡ് ദ Old Testament through the eyes of the risen Lord. 129. Christians therefore read the Old Testament in the light of Christ crucified and risen. ഒരു ക്രിസ്ത്യാനി പഴയ നിയമം വായിക്കേണ്ടത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പുള്ള പീഡാസഹനവും മരണവും എല്ലാം. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് എമ്മാവൂസിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ അവരോട് വചനം വ്യാഖ്യാനിച്ചിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ നേരിട്ട് അവരോട് വചനം വ്യാഖ്യാനിച്ചിട്ട് അപ്പൊ പിന്നെ പഴയ നിയമത്തിൽ അവർക്ക് എങ്ങനെ മനസ്സിലാവുക? എന്നാൽ അതിനുശേഷം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. എന്നാൽ അവൻ അവരിൽ നിന്നും അപ്രത്യക്ഷനായി. അവനവിടെ പോയി. ഉയർത്തെഴുന്നേറ്റ് അവരോടൊപ്പം നടന്ന കർത്താവ് എവിടെ പോയി? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? അപ്പമായിട്ട് മാറി അവരുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ഇതിനാണ് ഞാൻ പറഞ്ഞ വാക്ക് വെളിപാട്, വെളിവ്. അത് നമ്മുടെ കർത്താവ് ശോഭിച്ചു. അയ്യോ, നമ്മുടെ കർത്താവ് 2 ദിവസം മുമ്പ് കുരിശുമ്പോ തറച്ചു കൊന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വരുവിൻ, ഹല്ലേലൂയ, നമുക്കിത് പോയി പ്രഘോഷിക്കണം. ഇതാണ് വെളിപാട്. അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ തക്കവിധം അവൻ അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ഈ 2 പേരുടെ കണ്ണു തുറക്കൽ മാത്രമല്ല, സഭയുടെ പ്രബോധനത്തിൽ പറയുന്നത് അപ്പോഴാണ് ഈ ഉൽപ്പത്തി മുതലുള്ള വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവനും പൊതുജനത്തിന്, വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ ഉള്ള വെളിപാട് കർത്താവ് തുറന്നത്. അതാണ് ഉത്ഥാനത്തിന് ശേഷം മാത്രമാണ് ഈ വിശുദ്ധ ലിഖിതം മനസ്സിലാക്കിയിട്ടുള്ളൂ. പഴയ നിയമ കാലഘട്ടത്തിലും അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കാൻ കർത്താവ് വെളിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നിക്കോദേമോസ് എന്ന് പറഞ്ഞ വലിയ വചന പണ്ഡിതൻ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ യേശു പറയുകയാണ്, നീ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിക്കോദേമോസിനൊന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാ? നിക്കോദേമോസിന്റെ കുറ്റമല്ല.
അത് അപ്പോഴല്ല വെളിപ്പെടുത്തുന്നത്, അത് ഉയർപ്പിന് ശേഷമേ വെളിപ്പെടുത്തുള്ളൂ. ഉയർപ്പിന് ശേഷം നിക്കോദേമോസിന് ഓ ഇതാണല്ലേ അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഈ ക്രോണോസും കൈറോസും തമ്മിൽ മുട്ടണം നമ്മൾ ഓരോരുത്തരിലും. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ പഴയ നിയമകാലത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ ഈ കൈറോസ് കഴിഞ്ഞിട്ടുള്ള ക്രോണോസിലാണ് ജീവിക്കുന്നത്. അതായത് വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധത്തിൽ മനുഷ്യവംശത്തിൻ്റെ കണ്ണ് തുറന്നതിന് ശേഷമുള്ള ആ പന്തക്കൊസ്ത പരിശുദ്ധാത്മ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ ബൈബിൾ വായിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വായിച്ചാൽ പോരാ. വായിച്ചാൽ തന്നെ മനസ്സിലാക്കണം അത് ഏത് കാലഘട്ടത്തിൽ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എഴുതി, ആ സംഭവവും ഞാനുമായിട്ട് എന്ത് ബന്ധം. ഞാൻ ഇന്ന് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു, എന്നെക്കുറിച്ച് ഈശോ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈശോ പറഞ്ഞിരിക്കുന്നതും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നലെ എല്ലാം പറഞ്ഞ ആശയത്തുമായിട്ട് ഇനി ഞാനത് ബന്ധപ്പെടുത്തുകയാണ്. ഇന്നലെ വരാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിൽ? ഇന്നലെ വരാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരാളേ ഉള്ളൂ, 1, 2, 3 പേര്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, ഇന്നത്തേലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ട് ദൈവം കരുണയാണ്. ഗാഡ് ഈസ് മേഴ്സി. മത്തായിയുടെ വീട്ടിലും സക്കേവൂസിൻ്റെ വീട്ടിലും കർത്താവ് ഈശോ മിശിഹ കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തെ, അവരുടെ പാപങ്ങളൊന്നും കർത്താവ് കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം കരുണ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് പാപികളോടുള്ള സ്നേഹത്തിനെയാണ് കരുണ. കരുണയും കൃപയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി. കൃപ എന്താണെന്ന് മനസ്സിലാക്കി. ഇത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. കൃപ എല്ലാ ദിവസവും നമ്മൾ 100 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്, പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിനെയാണ് കൃപ. ഒന്നെല്ലാവരും ഈ എക്സസൈസ് ഒന്നുകൂടി കാണിച്ച്, വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു, അത് ദൈവീകതയാണെങ്കിൽ ആ ദൈവീകത ഇടതുകരമാകുന്ന മാനുഷികത, നമ്മളാകുന്ന മനുഷ്യനാണ് ഇടതുകരം, വലതുകരം ദൈവം. ദൈവത്തിൻ്റെ ഇനിഷ്യേഷൻ, നമ്മളല്ല മുകളിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരുന്നത്, ദൈവത്തിൻ്റെ ഇനിഷ്യേഷനിലൂടെ ഈ കൃപ മനുഷ്യന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കടന്നു വന്ന് അവനെ രൂപാന്തരീകരിച്ച് ദൈവീകരിച്ച് നീതീകരിച്ച് മഹത്വീകരിച്ച് അവനെ ദൈവമാക്കി മാറ്റുന്നു. അവൻ ഇനി മറ്റൊരു ക്രിസ്തുവാണ്. ഇതിൽ കുറഞ്ഞ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതാണ് പല പ്രാവശ്യം നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു, മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുമാകട്ടെ. ഇത് സംഭവിക്കാനിരിക്കുന്ന ഒന്നാണോ? സംഭവിച്ചു കഴിഞ്ഞ ഒന്നാണോ? സംഭവിച്ചു കഴിഞ്ഞതാണോ? അതാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ കൃപ നമ്മളിൽ വന്ന് നമ്മളെ രൂപാന്തരീകരിച്ചു. കാറ്റക്കിസത്തിൽ 1997 ഖണ്ഡികയിലാണ് ഈ കൃപയെക്കുറിച്ചുള്ള ഒരു നിർവചനം, എ ഡെഫിനിഷൻ ഓഫ് ഗ്രേസ്, 1997 ഖണ്ഡികയിൽ പറയുന്നത് ഇതാണ്: ഗ്രേസ് ഈസ് പാർട്ടിസിപ്പേഷൻ. Grace is a participation in the life of God. ദൈവികത മാനുഷികതയിൽ പാർട്ടിസിപ്പേറ്റ്,
എന്താ ഞാൻ പറഞ്ഞത്, ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതാണ്. നമ്മൾ കുർബാനയിൽ വീഞ്ഞിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കുമ്പോൾ ഈ ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് മാനുഷികതയാണ്, ആ വീഞ്ഞ് ദൈവികതയാണ്. ഇത് തമ്മിൽ ലയിച്ചിരിക്കുന്നു. ഇനി അതിനെ മാറ്റാൻ പറ്റുമോ? ആ വെള്ളം ആ വീഞ്ഞുമായിട്ട് കലർത്തി കഴിഞ്ഞിട്ട് ഇനി ആ വെള്ളത്തെ അതിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റുമോ? നീ ചിന്തിച്ചേ, പറ്റുമോ? എന്ന പോലെയാണ് മനുഷ്യ വ്യക്തിയിലേക്ക് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുർബാനയിലൂടെയും ദൈവത്തിൻ്റെ കൃപ ലയിച്ച് മനുഷ്യന്റെ മാനുഷികത ദൈവീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അങ്ങയുടെ ദൈവിക സ്വഭാവത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നലെ നമ്മളുടെ സാരാംശം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുമ്പോൾ വലിയൊരു സമാധാനം ഉണ്ടാവും നമുക്ക്. കൃപ വിശ്വാസത്തിലൂടെയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ കൃപ ഒഴുകുന്നുള്ളൂ. എന്നാൽ കരുണ അതിനു മുൻപ് ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ ഒരുവന് ലഭിക്കുന്നതാണ് കരുണ. മത്തായി വിശ്വാസിയായിരുന്നോ? വിശുദ്ധനായിരുന്നോ? ഇല്ല. മത്തായിക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള അവന്റെ അകത്തേക്ക്, അവൻ വലിയ പാപിയായിരുന്നിട്ടും ഈ യേശുവിനെ അവന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അവന്റെ പാപം ബ്ലോക്ക് ഉണ്ടായോ? ബ്ലോക്ക്. നമ്മൾ ഈ പറയുമ്പോഴെല്ലാം ഞാൻ ചില പദങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളിൽ കടന്നു കൂടിയിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയാണ്. നമ്മൾ പണ്ടേ മുതലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പാപം നമ്മളെ ബ്ലോക്കാക്കും. ഇതെല്ലാം പറയുമ്പോൾ പാപത്തിൻ്റെ ലാഘവത്വത്തെ അല്ലെങ്കിൽ അതിനെ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉള്ള മാതിരി അല്ല പറയേണ്ടത്. സത്യം അറിയണം. നമ്മൾ പലരും അങ്ങനെ ചെയ്താൽ കൃപ തടസ്സപ്പെടും, കൃപയെ തടസ്സപ്പെടുത്തും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ജ്ഞാനസ്നാനത്തിൻ്റെയോ ദൈവീകതയുടെയോ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കൃപ ദൈവത്തിൽ നിന്നാണ്, പാപം മനുഷ്യനിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. കൃപ ദൈവികതയാണ്, ദൈവിക ജീവനിൽ നിന്നാണെങ്കിൽ, കൃപ അനന്തമാണെങ്കിൽ പാപമോ അനന്തമല്ല. കൃപ അനശ്വരമാണെങ്കിൽ പാപം നശ്വരമാണെന്ന് പറഞ്ഞേ. കൃപ അനശ്വരമാണെങ്കിൽ പാപം നശ്വരമാണ്. ഈ നശ്വരതയ്ക്ക് അനശ്വരതയെ തടസ്സപ്പെടുത്താൻ പറ്റുമോ? കൃപ പ്രകാശമാണെങ്കിൽ പാപം അന്ധകാരമാണ്. അന്ധകാരത്തിനെ പ്രകാശത്തെ തടസ്സപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ മത്തായി എന്ന വ്യക്തിയിലുള്ള പാപം യേശു എന്ന നിത്യജീവൻ മത്തായിലേക്ക് പ്രവേശിക്കുന്നതിനെ പാപം തടസ്സപ്പെടുത്തിയോ? സക്കേവൂസ് എന്ന പാപിയായ വ്യക്തിയുടെ അകത്തേക്ക് യേശു ക്രിസ്തു കടന്നു ചെല്ലുന്നതിന് സക്കേവൂസിന്റെ പാപം തടസ്സമായിരുന്നോ? ഒരു വലിയ പ്രകാശം കിട്ടണമായി തോന്നാണില്ലേ? അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥായി ഘടകം ഇതാണ്. ഈ ഉൽപ്പത്തി മുതൽ പറയുന്ന രണ്ട് വാക്കാണ് പ്രകാശവും അന്ധകാരവും. അന്ധകാരത്തിൽ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രകാശമുണ്ടായി എന്ന് പറഞ്ഞാൽ അതോടുകൂടി അന്ധകാരം ഇല്ലാതായി. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ കരുണ ദൈവം തന്നെയാണ്. ഗോഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. എൻ്റെ പിതാവ് കരുണ ഉള്ളതുപോലെ നീ കരുണയുള്ളവരാകുക. അപ്പൊ അതിലുണ്ടാകേണ്ട പ്രധാന 1-2 ആശയങ്ങളാണ്. കരുണ ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ കൊടുക്കുന്നു. അതാണ് പഴയ നിയമത്തിൽ ഈ കരുണയെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കരുണ പഴയ നിയമത്തിൽ പ്രാവർത്തികമാക്കുക സാധ്യമല്ലായിരുന്നു.
എന്തുകൊണ്ട്? ഈ കരുണയെ പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനായി അവതരിച്ച് ആ മനുഷ്യനായി അവതരിച്ച യേശു പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ കരുണയെ കാണുന്നു. ആ കരുണാസമ്പന്നനായ പിതാവ് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ വന്നിട്ട് പറയുകയാണ്, എന്നെ ഞാൻ നിനക്ക് തരുന്നു, എന്നെ നീ ഭക്ഷിക്കുക, എൻ്റെ ശരീരം എൻ്റെ രക്തം നിന്നിലേക്ക് ഞാൻ തരുന്നു. അത് നിന്റെ ശരീരവും രക്തവുമായിട്ട് ലയിച്ച് നീയാകുന്ന വ്യക്തിയും ഞാനുമായി ഒന്നാകുമ്പോൾ എൻ്റെ കരുണ മുഴുവനും നിന്നിൽ നിറഞ്ഞു തുളുമ്പും. അങ്ങനെ മാത്രമേ ഈ കരുണ നമ്മിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. അതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരിയാണ്. ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് മാത്രമായിരുന്നു പഴയ നിയമം. എളുപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി. അല്ലെങ്കിൽ ഒരു സാമ്പിൾ, ഒരു 15 ഡേയ്സിന്റെ ഒരു ട്രയൽ വെർഷൻ തന്നിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു പെർമനന്റ് വെർഷൻ എന്താണ്? കർത്താവ് ഈശോ മിശിഹാ നമ്മളിൽ തന്നെ പൂർണ്ണമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവരിൽ ഞാൻ വസിക്കും. ആ ഞാൻ ആരാണ്? എന്നെ കാണുന്നവൻ കരുണാനിധിയായ പിതാവിനെ കാണുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയാം. പഴയ നിയമം പുതിയ നിയമത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. 1964 തോന്നുന്നു